ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. മോർണിംഗ് ടാസ്കിന്റെ അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. മോർണിംഗ് ടാസ്ക് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു സൂപ്പർ പവർ ലഭിക്കുകയാണെങ്കിൽ, ഈ ബിഗ് ബോസിന്റെ വിജയകിരീടം ലഭിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഏത് സൂപ്പർ പവർ ഉപയോഗിക്കുമെന്ന് പറയണം. അതായിരുന്നു മോർണിംഗ് ടാസ്ക്. അപ്പൊ ഈ ഒരു ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പായിട്ട് അനീഷിനെ ആരോ ചൊറിഞ്ഞു. അക്ബറാണോ ആരാണെന്നറിയില്ല, ആര്യനാണോ നെവിനാണോ ആരാണെന്ന് അറിയത്തില്ല, ആരോ ഒരാൾ ചൊറിഞ്ഞു. അപ്പൊ അനീഷ് അതിന് റിപ്ലൈ കൊടുക്കുന്നത് ബിഗ് ബോസ് കാണിച്ചിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടാണ് ചൊറിഞ്ഞതെന്നുള്ളത് ലൈവിന്റെ അകത്ത് ഞാൻ കണ്ടില്ല, കാണിച്ചിട്ടില്ല കേട്ടോ. അവിടെ അബ്രപ്റ്റ് ആയിട്ട് കട്ട് വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് സാബുമാൻ വന്നതെന്ന് പറയുന്നുണ്ട്. അനീഷ് എല്ലാവരോട് പിണങ്ങിയിരിക്കുകയാണ്, ഞാൻ ആദ്യം പോകത്തില്ല എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പൊ സാബുമാൻ പറയുന്നുണ്ട്, എനിക്ക് ലഭിക്കാൻ ആഗ്രഹിക്കുന്ന സൂപ്പർ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈം ട്രാവൽ സൂപ്പർ പവർ ആണ്. ഇങ്ങനെ ഈ രീതിയിൽ പറയേണ്ടതാണ് കേട്ടോ. ടൈം ട്രാവൽ, ഹിപ്നോട്ടൈസിങ് പവർ എന്നൊക്കെ പറയുന്നുണ്ട്. ആദിലെയും ആര്യനും ഒക്കെ പറഞ്ഞത് ഹിപ്നോട്ടൈസിങ് പവർ ലഭിക്കുകയാണെങ്കിൽ ഇത് ജയിക്കാൻ പറ്റുന്ന. നൂറെ അങ്ങനെ എന്തോ ആണ് പറഞ്ഞതെന്ന് തോന്നുന്നു. പിന്നെ അക്ബർ പറഞ്ഞത് മായാവിയുടെ ആ ഒരു കുന്തം, ലുട്ടാപ്പിയുടെ കുന്തം, അങ്ങനെ എന്തോ ഒരു കാര്യം അക്ബർ പറയുന്നുണ്ട്. പിന്നെ ലക്ഷ്മി പറയുന്നത് ഓരോരുത്തരുടെയും തെറ്റിദ്ധാരണ മാറ്റാനുള്ള എന്തോ ഒരു സൂപ്പർ പവറിനെ പറ്റി ലക്ഷ്മി പറയുന്നുണ്ട്. അനുമോള് പറയുന്നത് ക്യാമറയല്ല, അനുമോളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുന്ന പോലത്തെ ഒരു സൂപ്പർ പവർ. പിന്നെ ഷാനവാസ് വന്നതെന്ന് ഒരു മണ്ടത്തരം പറയുന്നുണ്ട്. ബാങ്ക് എല്ലാം കൊള്ളയടിച്ചിട്ട് എല്ലാവർക്കും PR കൊടുത്തിട്ട് എല്ലാ PRകളെയും വിലയ്ക്ക് വാങ്ങുന്നു, അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് എനിക്ക് ചുരുക്കി പറഞ്ഞാൽ 4-5 പേർക്ക് അവിടെ ടാസ്ക് മനസ്സിലായിട്ടില്ല, ഇൻക്ലൂഡിങ് അനീഷ്. അനീഷിന്റെ ടാസ്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് അനീഷ് അവിടെ വന്നതെന്ന് പറഞ്ഞ ആ ഒരു മണ്ടത്തരം. ടാസ്ക് മനസ്സിലായിട്ടില്ല, ഇവിടെ 4-5 പേർക്ക് മനസ്സിലായിട്ടില്ല. അനീഷിനെ മാത്രമായിട്ട് കുറ്റം പറയുന്നില്ല. ഈ സൂപ്പർ പവർ എന്താണെന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടില്ല. എനിക്ക് ആദില, പിന്നെ നൂറ, പിന്നെ സാബുമാൻ, ആര്യൻ, ഇവർക്കൊക്കെയാണ് ടാസ്ക് മനസ്സിലായത്. നെവിൻ ടാസ്ക് മനസ്സിലാക്കി ചെയ്തു കേട്ടോ. നെവിൻ പറഞ്ഞത് ബിഗ് ബോസിന്റെ ബ്രെയിനിന്റെ അകത്തേക്ക് ഞാൻ പോയി ഇരിക്കും, എന്നിട്ട് ബിഗ് ബോസിനെ എന്റെ ബ്രെയിനിന്റെ അകത്തേക്ക് കൊണ്ടുവന്ന് ഇരുത്തിക്കും, എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്റ്റാച്ചു ആയിട്ട് നിൽക്കും, എന്നിട്ട് അവസാനം ഞാൻ ജയിക്കും. അങ്ങനെ ഒരു കാര്യമാണ് പറഞ്ഞത്. ഇങ്ങനെ ഈ രീതിയിൽ ഇമാജിനേഷൻ യൂസ് ചെയ്ത് ചെയ്യേണ്ട ഒരു ടാസ്ക് ആണ്. ഇപ്പൊ ഷാനവാസ് ആണെങ്കിലും അനീഷ് ആണെങ്കിലും ഈ പറയുന്ന അനുമോളെ, ലക്ഷ്മി, ഇവരാരും ഒരു ഇമാജിനേഷൻ പവർ യൂസ് ചെയ്തിട്ടില്ല. എന്തൊക്കെയൊക്കെയോ എന്ന് പറയുകയായിരുന്നു. അപ്പൊ ഇതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു മോർണിംഗ് ടാസ്കിന്റെ കാര്യത്തിൽ. ഇത് അനീഷിനെ മാത്രം കുറ്റക്കാരനാക്കി പലരും ഇവിടെ വീഡിയോ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് കേട്ടോ. 4-5 പേർക്ക് ടാസ്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യാവസ്ഥ. അനീഷ് ആദ്യം തന്നെ വന്നു എന്ന് പറയാനുള്ള ധൈര്യം എപ്പോഴും കാണിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ട് അനീഷിനെ മാത്രം വിമർശിക്കുന്നത് ശരിയല്ല. ആ ഒരു ധൈര്യം കാണിക്കുന്നതിനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. അതിപ്പോ ആദ്യം ഈ ചാടിച്ചാടി നിൽക്കാനുള്ള ആ ഒരു ഉത്സാഹം കാണിക്കുന്നത് പലപ്പോഴും അനീഷിന് തന്നെ വിനയാവാറുണ്ട്. എന്ന് പറഞ്ഞാലും അത് അനീഷിന്റെ ആ ഒരു ധൈര്യമാണ്, കോൺഫിഡൻസ് ആണ്. അന്ന് ആ ഒരു നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ആ ഒരു ടാസ്കില് അനീഷ് ആദ്യം പോയി നിന്നതുകൊണ്ടാണ് അനീഷിന് അതില് സ്കോർ ചെയ്യാനായിട്ട് പറ്റിയത്, മറ്റേ ത്യാഗി ടാസ്കില്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അനീഷിന്റെ ആ ഒരു ധൈര്യം നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.